നമസ്കാരം. അപ്പോൾ ഞങ്ങളിത് നാട്ടിലേക്ക് വരുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ഞങ്ങളുടെ പെട്ടിയൊക്കെ പൊട്ടിക്കുന്നതും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങളുമായിട്ട്. ഞങ്ങൾ ഇവിടുന്ന് മാംഗ്ലൂർ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് 11:05 അതിനനുസരിച്ച് 3 മണിക്കൂർ മുമ്പ് എത്തണമല്ലോ. 3 മണിക്കൂർ പറ്റിയില്ലെങ്കിൽ 2.5 മണിക്കൂർ മുമ്പേലും എത്തണമെന്നുണ്ടായിരുന്നേ. കാരണം പാത്തുവിനെ കൊണ്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 8 മണിയായപ്പോൾ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയേ. അപ്പോൾ അബ്ദുൾ ഭായിയുടെ വണ്ടിക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ സുബിനേട്ടൻ ഉണ്ടായിരുന്നു, ആഷിഖ് ഉണ്ടായിരുന്നു. ആഷിഖ് ഞങ്ങളുടെ കൂടെ എയർപോർട്ട് വരെ വരുന്നുണ്ട്. പിറ്റേ ദിവസം അവന് യാത്ര ചെയ്യാണ് കേട്ടോ. എയർപോർട്ട് നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്താറായി. അബുദാബി എയർപോർട്ടാണ്. എയർപോർട്ട് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ടെൻഷൻ പോലെയാണ്. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നല്ല സങ്കടമായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ദിവസം അവിടെ അല്ലായിരുന്നോ. അപ്പോൾ അത് നമുക്ക് സ്വന്തം വീട് പോലെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഭയങ്കര സങ്കടമാണ്. തിരിച്ചു വരുമ്പോഴും അതേപോലെ സങ്കടം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ റൂമെന്ന് പറഞ്ഞാൽ എൻ്റെയും പാത്തുവിൻ്റെയും ലോകമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും, എന്ത് വേണേലും ചെയ്യാം, ഫ്രീഡം ഉണ്ട്. എന്ത് സാധനം ആവശ്യമുണ്ടെങ്കിലും അത് നമ്മുടെ കയ്യെത്താൻ ദൂരത്ത് തന്നെയുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ എയർപോർട്ട് എത്തി. ഇത് അബുദാബി പുതിയ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. ഒരുപാട് വൈഡായിട്ടുള്ള എയർപോർട്ടാണ്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. നമ്മുടെ ഗേറ്റിൽ എത്തണമെങ്കിൽ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഇതിനു മുമ്പ് ഞാനും പാത്തുക്കുട്ടനും കൂടെ പോയപ്പോൾ ഞങ്ങൾക്ക് തൊട്ടടുത്ത ഗേറ്റാണ് കിട്ടിയത്. ഇത്തവണ ഒരുപാട് ദൂരെയായിപ്പോയി. ദൂരെയെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത്രയും ദൂരെയായിപ്പോയേ. എനിക്കാണെങ്കിൽ ഒട്ടും നടക്കാനും പറ്റത്തില്ലായിരുന്നു. എയർപോർട്ടിൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട്. ബഗ്ഗി സർവീസും എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഗേറ്റ് വരെ പോയത്. ബഗ്ഗി സർവീസ് മാത്രമല്ല കേട്ടോ, പ്രായമായവർക്കും അതുപോലെ തീരെ വയ്യാത്തവർക്കും നടക്കാൻ പറ്റാത്തവർക്കും ഒക്കെ വീൽ ചെയർ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് പേയബിൾ ആണോ എന്നറിയില്ല, പക്ഷേ ഇതൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. അങ്ങനെ ഇത് ലാസ്റ്റ് നമ്മളിവിടെ പാസഞ്ചർ ഡ്രോപ്പ് ഓഫ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലായിട്ട് ട്രോളി ബോയ്സ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അവരുടെ ഹെൽപ്പ് സ്വീകരിക്കാം. അതിനൊരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ട്. 30 ദിറംസ് ആണോ 60 ദിറംസ് ആണോ എന്ന് കറക്റ്റ് ഓർമ്മയില്ല. ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പാത്തുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് വരുമ്പോഴൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത്തവണ ഞങ്ങൾ തന്നെയാണ് കേട്ടോ ബാഗൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോയത്. അങ്ങനെ ഇതാ ഇവിടെ ഞങ്ങളുടെ പെട്ടിയൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പെട്ടിയൊക്കെ അടുക്കി വെച്ചു, യാത്ര പറഞ്ഞു. ഇനി നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഇനി അവിടുത്തെ പ്രൊസീജിയറൊക്കെയാണ്. അപ്പോൾ ഉള്ളിൽ നമുക്ക് വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ല. കുറച്ച് ഏരിയ വരെയൊക്കെ എടുക്കാവേ, എങ്കിൽ പോലും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ബാഗൊന്നും എടുക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം എന്നോട് ഓൾറെഡി ഡോക്ടർ ബാഗ് എടുക്കാനോ അല്ലെങ്കിൽ കുനിഞ്ഞൊരു സാധനം എടുക്കാനോ പാത്തുവിനെ എടുക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാത്ര ചെയ്യുന്നത് തന്നെ റിസ്കിലാണ്. അത്രമാത്രം സൂക്ഷിച്ചു വേണം യാത്ര ചെയ്യാനായിട്ട് തന്നെ. അപ്പോൾ ഞാൻ പാത്തുവിൻ്റെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ അറിയായിരിക്കും അവരെ ഹാൻഡിൽ ചെയ്യാൻ എത്ര പാടാന്ന്. അവൾ ഒരിടത്തൊന്നും അടങ്ങി നിൽക്കില്ല കേട്ടോ, അങ്ങനെ ഓടി നടക്കുവേ. അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അതിനുശേഷം എന്താ ഡ്യൂട്ടി ഫ്രീയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സാധാരണ എന്നെ കയറ്റാറില്ല കേട്ടോ, കാരണം ഇതിൻ്റെ റേറ്റ് ഒക്കെ കണ്ടു കഴിയുമ്പോഴേ ഞാൻ വാങ്ങിക്കണ്ടെന്ന് പറയേ. അതുകൊണ്ട് തന്നെ സാധാരണ എന്നെ കയറ്റാറില്ല. ഈ പ്രാവശ്യം ഞാൻ ബലം പിടിച്ച് വന്നതാണേ. അത് മാത്രമല്ല, പാത്തുക്കുട്ടൻ എന്തായാലും അത്തയുടെ പുറകെ ഓടും. ഇനി അവളുടെ പുറകെയും കൂടെ ഓടാൻ എനിക്ക് വയ്യായിരുന്നു. ആരോഗ്യകരമായിട്ട് എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതിലും ഭേദം ഇതിലേക്കൂടെ നടക്കുന്നത് തന്നെയാണെന്ന് തോന്നിയേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കിത് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഇത് വാങ്ങിക്കുന്നതും ഇത് ഉപയോഗിക്കുന്നതും. അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഞങ്ങളുടെ ഗേറ്റിലേക്ക് പോവുകയാണേ. ഞങ്ങളുടെ ഗേറ്റ് നമ്പർ A7 ആയിരുന്നേ. അപ്പോൾ അത് ഇവിടുന്ന് ഒരുപാട് ദൂരെയായിരുന്നു. അപ്പോൾ അതിന് മുൻപ് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ബഗ്ഗിയിൽ കയറി പോകാനായിട്ട്. അങ്ങനെ അടുത്ത ടെൻഷൻ ഇനി എവിടുന്ന് ഫുഡ് കഴിക്കുമെന്നായേ. അപ്പോൾ ഇവിടെ തപ്പി നോക്കിയപ്പോൾ ഇവിടെ മക്ഡൊണാൾഡ്സ് അല്ലാതെ വേറെ മറ്റൊരു കടയില്ലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ കയറി 2 ബർഗറും ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഫ്രൈസും ഒക്കെ. പാത്തുക്കുട്ടന് ഫ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചേ. ഞാനിവിടെ ചെയറേ വന്നിരിക്കുവാണ്. പാത്തുക്കുട്ടനും അത്തയും കൂടെയാണ് കേട്ടോ ഓർഡർ ചെയ്തതൊക്കെ. പാത്തുക്കുട്ടൻ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ചേച്ചിമാരുമായിട്ടൊക്കെ കൂട്ടായി അവർക്ക് ടോയ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ബഗ്ഗിയുടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ഇരുന്ന് പോയത് തന്നെ ബുദ്ധിമുട്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇത് കൂടാതെ നമ്മളിത് ഡോണറ്റൊക്കെ വാങ്ങിച്ച് പാത്തുക്കുട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവൾക്ക് അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ ഞങ്ങളുടെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവുകയാണേ. പാത്തുക്കുട്ടന് ഭയങ്കര വാശി ബാഗിൻ്റെ മണ്ടയിൽ തന്നെ കയറിയിരിക്കണമെന്ന്. അവളെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നേ. കാരണം അവൾ ഇതും വിളിച്ച് വലിച്ച് പുറകോട്ടായുമായിരുന്നേ. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ 2 പേരും ശരിക്കും മടുത്തിട്ടുണ്ട്. ഞാൻ ഹെൽത്ത് വൈസ് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും മടുത്തത്. അല്ലെങ്കിൽ തന്നെ ഇത്രയും നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. നമ്മൾ അവിടെ ഇങ്ങനെ നടക്കാത്തതുകൊണ്ട് തന്നെ, അത് പരിചയമില്ലാത്തതുകൊണ്ട് നല്ല മടുപ്പായിരുന്നേ. പിന്നെ ഈ ബാഗൊക്കെ ചുമക്കാനും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾ 2 പേരും അടുത്ത് പോയി. അതിൻ്റെ ഇടയ്ക്ക് പാത്തുക്കുട്ടൻ്റെ കളിയാണെങ്കിൽ കുഴപ്പമില്ല, അവളെ ഇരിക്കുന്നിടയ്ക്ക് കാണില്ല കേട്ടോ. അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടണം. അവളുടെ പ്രായം അതാണല്ലോ. ഫ്ലൈറ്റിൽ കയറുമ്പോഴെങ്കിലും അവൾ ഉറങ്ങുമെന്ന് വിചാരിച്ചേ. അവൾ
ഉറങ്ങേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ അതും പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ പ്രതീക്ഷ പോലെ ഒന്നും നടന്നില്ല. ഒരു തുള്ളി അവൾ ഉറങ്ങിയിട്ടില്ല, ഞങ്ങളെ ഉറക്കാൻ വിട്ടിട്ടില്ല. അതുകൊണ്ട് ശരിക്കും മടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ചിന്ത എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ എത്തി കിട്ടിയാൽ മതി എന്നാണ്. 3.5 മണിക്കൂർ പോകത്തേ ഇല്ല കേട്ടോ. പ്ലെയിന് യാത്ര ചെയ്തവർക്കൊക്കെ അറിയാമേ, 3.5 മണിക്കൂർ, 1 മണിക്കൂർ പോലും ഒന്ന് കടന്നു കിട്ടാൻ നല്ല പാടാണ്. ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് പിന്നെയും കുഴപ്പമില്ല, എങ്ങനെയും കിടന്നുറങ്ങിയെങ്കിലും പോകാം. ഇത് നല്ല പാടാണ്. ഇത്രയും സമയം ഒന്ന് പോയി കിട്ടാനായിട്ടാണ് നല്ല പാട്. അത് മാത്രമല്ലാതെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നടുവിനും കാലിനും കൂടെ ഒരു വേദന വന്നേ. അത് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇറങ്ങുന്നിടം വരെ ആ വേദന ഉണ്ടായിരുന്നേ. നാട്ടിലെത്തുമ്പോഴേക്കും ഒരു വഴിയാവുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നേ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒന്ന് വരണേ, പാത്തുക്കുട്ടനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനാണ്. അതെനിക്ക് പറ്റില്ല, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണമായിരുന്നു. അപ്പോൾ അവരാരേലും വരും. അപ്പോൾ ഞാനും പാത്തുക്കുട്ടനും ഇവിടെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാദ്യം നല്ല മൂഡിലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, നല്ലതായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പാത്തുക്കുട്ടൻ ഇവിടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യം കുറച്ച് സമയം മാത്രമേ ഇട്ടുള്ളൂ. ആദ്യത്തെ ആ ഒരു കൗതുകത്തിന് അവൾ ഇട്ടതാണ്. അതിനുശേഷം അവൾ അത് ഊരിക്കളഞ്ഞു. പിന്നെ അവൾ ഇടാൻ പറഞ്ഞിട്ട് പോലും ഇടത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഇവളുടെ കളിയും ചിരിയും കാരണം മുമ്പിലുള്ള ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ടായിരുന്നേ. അതും കൂടെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വല്ലാതാകുവേ. അങ്ങനെ പാത്തുക്കുട്ടൻ എങ്ങനെയും ഉറക്കാൻ നോക്കും. എത്ര കഥ പറഞ്ഞു കൊടുത്തു എന്ന് എനിക്കും അറിയില്ല, അവൾ കേട്ടതിനും കണക്കില്ല. പക്ഷെ അവൾ ഉറങ്ങിയില്ല കേട്ടോ. അവസാനം ഒരു അരമണിക്കൂർ ഉറങ്ങിയെന്ന് തോന്നുന്നു. അരമണിക്കൂറില്ല, ഒരു 1/4 മണിക്കൂർ ഉറങ്ങി. ഇത്തവണ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്താണ് പോയത്. നമുക്ക് 3ാമത്തെ സീറ്റാണ് കിട്ടിയത്. ഇല്ലെങ്കിൽ പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്നവരെ അവർ ബാക്കിലേക്ക് തള്ളിയിടുവേ. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഇവിടെ സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും കംഫർട്ടബിൾ ആയിരുന്നു. ഇനി കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്നവർ, അവർക്ക് ഫ്ലൈറ്റ് പൊങ്ങുന്ന ആ സമയമാകുമ്പോഴേ ഒന്നിയില്ലേ നമ്മൾ കുപ്പിയിൽ പാല് കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റോ ഫുഡോ മറ്റോ കൊടുക്കുവാണെങ്കിൽ അവരുടെ ചെവി അടയില്ല കേട്ടോ. ഇല്ലെങ്കിൽ ചെവി അടഞ്ഞിട്ട് നല്ല ബുദ്ധിമുട്ടാവുവേ. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു. പക്ഷെ നമ്മുടെ ഈ പ്ലെയിൻ്റെ ഗ്ലാസ്സിൽ നല്ല ഡസ്റ്റായിരുന്നേ, ഒട്ടും തന്നെ ക്ലീൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒന്നും കാഴ്ചകളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ 3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നാട്ടിലെത്തിയിട്ടുണ്ട്. അവസാനം ബാഗ് കിട്ടാനായിരുന്നേ പാട്. ഒരുപാട് സമയം എടുത്തു ബാഗ് കിട്ടാനായിട്ട്. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കാല് ഒട്ടും തന്നെ നടക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. പുറത്തെത്തിക്കഴിയുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമായിരുന്നേ. കാരണം വീട്ടിൽ നിന്ന് പപ്പയും അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബിനിച്ചാച്ചനും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. കാരണം എനിക്കൊരു വണ്ടിയിൽ കിടന്ന് പോകണമായിരുന്നേ, ഫ്രീ ആയിട്ട് തന്നെ പോകണമായിരുന്നു. അപ്പോൾ പാത്തിൻ്റെ കാര്യം ഇനി അവർ നോക്കിക്കോളും. ഇനിയാണ് അടുത്ത റിസ്ക് ഉള്ളത്. നമ്മുടെ റോഡെല്ലാം നല്ല രീതിക്ക് പോയി കിടക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഷോർട്സിനകത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ അവസ്ഥ. ഇവിടെ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് ഒരുപാട് നാളായേ. ബാംഗ്ലൂർ നാഷണൽ ഹൈവേയുടെ പണിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ റോഡിൽ കൂടെ പോകണമെങ്കിൽ നമ്മുടെ നടുവൊക്കെ ഒടിഞ്ഞു കിട്ടും. ഓരോ പ്രാവശ്യം വരുമ്പോഴും കുറച്ച് ഏരിയയൊക്കെ കംപ്ലീറ്റ് ആക്കുവേ. അതുകൊണ്ട് കുറച്ച് ദൂരമൊക്കെ കുറഞ്ഞതുപോലെ തോന്നി. എങ്കിലും ചില സ്ഥലങ്ങളിൽ റോഡിൻ്റെ അവസ്ഥ വളരെ ദുരിതാവസ്ഥയാണ്. അതിലേക്കൂടെയൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അവിടുന്ന് ഞങ്ങൾ പോകുന്ന വഴിക്കാണ് കല്ലെടുക്ക എന്നുള്ള സ്ഥലം കിട്ടുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അവിടുത്തെ ഒരു ചായ നല്ല ഫേമസ് ആണ്. കല്ലെടുക്ക ടീ എന്നാണ് കേട്ടോ അത് അറിയപ്പെടുന്നത്. ഓൾമോസ്റ്റ് യൂട്യൂബേഴ്സൊക്കെ അവിടെ വന്നിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. ഇപ്പോൾ അവരുടെ 2 ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നേ. അത് രാവിലെ ആണെങ്കിൽ പോലും നല്ല തിരക്കായിരുന്നേ. അവിടെ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, നല്ല തിരക്കായിരിക്കും. ഞാൻ പക്ഷെ കോഫിയാണ് വാങ്ങിച്ചത്. ടീ ആണ് ഫേമസ്. കോഫിയും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബൺസൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അവരുടെ ടീയും കോഫിയും ഫേമസ് ആവാൻ കാരണം അത് 2 ലെയറിലായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ടേസ്റ്റ് വൈസ് വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ ടീയും കോഫിയും പോലെ തന്നെയാണുള്ളത്. പക്ഷേ ഇത് 2 ലെയറിലായതുകൊണ്ടാണ് കേട്ടോ അതിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നേരം വെളുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ സൂര്യനെയൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ശുദ്ധമായിട്ടുള്ള കാറ്റൊക്കെ ശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. എനിക്കിങ്ങനെ അതിരാവിലെയും സന്ധ്യയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പോകുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് വലിയ തിരക്കൊന്നുമില്ല റോഡിൽ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കാവുവേ. സ്കൂൾ ടൈമിങ്ങും അതുപോലെ തന്നെ ഓഫീസ് ടൈമിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കാവും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ വീട്ടിലേക്ക് നാളെയോ മറ്റോ പോകത്തുള്ളൂ കേട്ടോ. ഒന്നാമതേ ക്ഷീണമാണ്, തല പോലും നേരെ നിൽക്കുന്നില്ല, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നേ. അപ്പോൾ പാത്തുക്കുട്ടൻ ഇവിടെയുണ്ട്. അവൾക്കും നല്ല ക്ഷീണമായിട്ടുണ്ട്. അവളുടെ ക്ഷീണം മാറാൻ 2-3 ദിവസം എടുത്തു. അത്രയ്ക്ക് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ടയേർഡായിരുന്നു. വന്ന ഉടനെ തന്നെ കിടന്നുറങ്ങിയേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അടുത്ത
ദിവസം ഞാനും പാത്തുക്കുട്ടനും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. മമ്മി കൂട്ടിക്കൊണ്ട് വരാനൊന്നും വരാൻ പറ്റിയിട്ടില്ല. കാരണം അമ്മച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവണേ. അപ്പം മമ്മി ഇങ്ങനെ കാത്തിരിക്കുവാണേ പാത്തുക്കുട്ടനെ കാണാനായിട്ട്. ഇതിലെല്ലാം രസം എന്താണെന്നറിയോ, ആർക്കും എന്നെ വേണ്ട കേട്ടോ. പാത്തുക്കുട്ടനെ എടുത്തോണ്ട് ഒറ്റ ഓട്ടോ വരുന്നേ, എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല കേട്ടോ. ആർക്കും വേണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പതുക്കെ അതേ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെയാണോ പിറ്റേ ദിവസമാണോ തിരിച്ചു പോയെന്ന് ഓർക്കുന്നില്ല കേട്ടോ. അന്ന് തന്നെ പോകാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ഓർമ്മ കിട്ടുന്നില്ല. ഈ വീഡിയോടൊപ്പം തന്നെ പെട്ടി പൊട്ടിക്കുന്നതിന്റെ വീഡിയോയും കൂടെ ഇടാന്ന് കരുതിയേ. കാരണം ഇത് ഒരുപാട് എലാബറേറ്റ് ആയിട്ടൊന്നും എടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന എല്ലാവർക്കും ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലേ, ഒരു ചടങ്ങ് പോലെ തന്നെയാണ്. വന്നതിൻ്റെ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ പെട്ടിയൊക്കെ പൊട്ടിക്കും. നമ്മുടെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ പൊട്ടിച്ചിരുന്നേ. നമ്മുടെ ഡ്രസ്സ് ഒക്കെ എടുക്കേണ്ടിയുണ്ട്. എൻ്റെയും പാത്തുക്കുട്ടിൻ്റെയും ഡ്രസ്സ് ഞങ്ങളുടെ പെട്ടികളിൽ തന്നെയാണ്. അവളുടെ പാമ്പേഴ്സും എല്ലാം ആയിട്ട് ഞങ്ങളുടെ ഫുള്ളായിട്ട് ഇരിക്കുവാണ്. അത്തയുടെ കുറച്ച് ഡ്രസ്സ് മാത്രമാണ് കേട്ടോ ഇതിനകത്ത് ബാക്കിയായിട്ടുള്ളത്. പെട്ടി പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കുക ഡ്രസ്സൊക്കെ വേറെ തന്നെ സെപ്പറേറ്റ് പെട്ടിയിൽ വെക്കണമെന്ന്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ അതൊന്നും നടക്കാറില്ല. നമ്മൾ വെയിറ്റ് ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിളായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഈ പെട്ടിക്കകത്ത് ആദ്യം തന്നെ നട്ട്സും അതുപോലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ ഡേറ്റ്സ് ഒക്കെ ഉള്ള ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഡേറ്റ്സിൻ്റെ ഉള്ളിൽ നട്ട്സൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഔട്ടർ കോട്ടിംഗ് ആയിട്ട് ചോക്ലേറ്റ് ഒക്കെ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ചോക്ലേറ്റും പിന്നെ അതുപോലെ തന്നെ വേറെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഏലക്കയാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ നമ്മൾ ഗരം മസാല വാങ്ങിച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ തവണ കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് വാങ്ങിക്കാതിരുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റുവാണേ. ഇത്തവണ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ള ഡ്രസ്സ് ഞങ്ങൾ ഇപ്രാവശ്യം കരുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും വേണ്ടി വാങ്ങിക്കണ്ടല്ലോ എന്ന് കരുതിയേ. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ എനിക്ക് സ്കിപ്പായി പോയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഓഫ് ആയത് അറിഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുത്തത് പിള്ളേർക്കുള്ള കുറച്ച് സ്കെച്ചും കളറും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരുന്നേ. അതുകൂടാതെ ഇത് സാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് മമ്മിക്കും ചേച്ചിക്കും ഉള്ള സാരിയാണ്. പിന്നെ ഇതെല്ലാം സ്പ്രേ ആണ്. ഒരുപാട് സ്പ്രേ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ളത് സ്പ്രേ ആണ്. അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞ് ഞാൻ പോയതിന് ശേഷം എപ്പോൾ ഇവിടെ വന്നാലും ഞാൻ എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കാറുണ്ട്. എന്തെങ്കിലും ഒന്ന് എപ്പോഴും കരുതാറുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളിവിടെ കട്ടിംഗ് ബോർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അലുമിനിയം ഫോയിലാണ്. എന്തെങ്കിലുമൊക്കെ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുമല്ലോ. പിന്നെ ഇത് ഓട്സ് ആണ്. ഇതിൻ്റെ മുമ്പ് നമ്മൾ കുറച്ച് ലോഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ, ബോഡി ലോഷന്. അപ്പോൾ മമ്മിക്ക് ഏറ്റവും ആവശ്യമുള്ളത് ആ സാധനമാണ്. ഓട്സ് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്, ഇതിന് മുമ്പ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ പ്രില്ലാണ്. അതുകൂടാതെ നമ്മുടെ മൂവൊക്കെയാണ് ഉള്ളത്. പെയിൻ റിലീവേഴ്സ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകാറുള്ള കോടാലി തൈലമാണ്. ഇത് എപ്പോഴും ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അതുകൂടാതെ ഷാംപൂ ഉണ്ട്. ഇത്തവണ അത് ലാവിഷായിട്ട് തന്നെ 4 വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് പിള്ളേർക്കുള്ള പെൻസിലാണ്. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനി സോപ്പാണ്. സോപ്പ് നമ്മൾ ഇത് കൂടാതെ നമ്മൾ പിയേഴ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കത്തിയാണ്. കത്തിയും കട്ടിംഗ് ബോർഡും എല്ലാ പ്രാവശ്യവും വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇത് ടേബിൾ മാറ്റാണ്. ടേബിൾ മാറ്റൊക്കെ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നത് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കായിട്ട് കൊണ്ടുവന്ന ഒരു സ്പ്രേ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സും അതിൻ്റെ ഇടയ്ക്കായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ ഡൗ ആണ്. ഇതും അത്യാവശ്യത്തിന് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കാനുള്ളത് ഇടാനായിട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഡേ ടു ഡേ എന്ന് വാങ്ങിച്ചതായിരുന്നേ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡ്രസ്സ് ഇടാൻ റൂമിൽ ഒരു സാധനവും ഇല്ല. അപ്പം അതിന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയേ. ഈ പെട്ടിയിൽ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാത്രമാണ് ഉള്ളത്. ഞാൻ വാങ്ങിച്ച കുറച്ച് സാരിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാമേ. സാരിയുടെ വ്ളോഗ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇടാമേ. ഞാൻ പൊതുവേ ഒരു സാരി ലവറാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അത് നിങ്ങളായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. ആ സമയത്ത് ഞാൻ അതും കൂടെ കാണിക്കാവേ. അപ്പോൾ ഇത് പപ്പയ്ക്ക് കൊടുത്ത ബനിയനാണ്. അപ്പോൾ അത് പപ്പ ഇട്ടുകൊണ്ടൊക്കെ വന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പാത്തുക്കുട്ടൻ ഇവിടെ കുളിച്ച് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് നടപ്പുണ്ട്. അവളുടെ മുടിയൊക്കെ നമ്മൾ പിന്നെ വെട്ടിയായിരുന്നു. നമുക്കത് ഡിസ്റ്റർബൻസ് ആയെന്ന് തോന്നിയേ. ഇവിടെ ചൂടൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനും പാത്തുക്കുട്ടിനും മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബനിയൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയിക്കണേ. ഈ സമയം കൊണ്ട് പാത്തുക്കുട്ടൻ പിള്ളേർക്ക് കൊണ്ടുവന്ന ഇറേസറും അതുപോലെ ഷാർപ്പ്നറൊക്കെ പൊട്ടിച്ച് അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതൊന്നും ഉപയോഗിക്കാനൊന്നും അല്ല കേട്ടോ, വെറുതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെട്ടിയുടെ കാര്യം നമ്മൾ മറന്നുപോയായിരുന്നേ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഒന്നും കൊണ്ടുവന്നില്ലെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് കേട്ടോ ഈ പെട്ടിയുടെ കാര്യം നമ്മൾ ഓർത്തത്. ഇതിലായിരുന്നു നമ്മുടെ ചോക്ലേറ്റ്സ് ഒക്കെ, ബൗണ്ടിയും ജെല്ലിയും അങ്ങനത്തെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. ബൗണ്ടി ഒന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് അല്ല. അതിനകത്ത് തേങ്ങാപ്പീരയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും താല്പര്യമില്ല. പിന്നെ ഡയറി മിൽക്കും ഗാലക്സിയും സ്നിക്കേഴ്സും ഒക്കെ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നതാണ്.
അപ്പോൾ അതിൽ വലിയ പുതുമയൊന്നുമില്ല. ചോക്ലേറ്റ്സിലൊക്കെ ഒരു സ്പെഷ്യലായെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ പ്രാവശ്യവും കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഈ പൊട്ടിക്കുന്ന പൗഡറാണ്, എനിക്കൊരു പൗഡർ ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് ഒരു പൗഡർ ഞാൻ എടുത്തേ. ഇനി ഇതിൽ അധികം ഐറ്റംസ് ഒന്നും ബാക്കിയില്ല, ഈന്തപ്പഴമൊക്കെയാണ് കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഡേറ്റ്സ് ഒരു ബോക്സേ കൊണ്ടുവന്നിട്ടുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് ആയിരുന്നേ. നമ്മൾ അവിടുന്ന് ഡേറ്റ്സും നട്ട്സൊക്കെ വാങ്ങിക്കാൻ പോയ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലായിരുന്നോ? അപ്പോൾ അവിടുന്ന് വാങ്ങിച്ച ഡേറ്റ്സ് ആയിരുന്നു. സാധാരണ ഇവിടെ ഡേറ്റ്സിന് അത്രയ്ക്കും ഫാൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചേ കൊണ്ടുവരാറുള്ളൂ. ഇനി എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു മുല്ലപ്പൂവിൻ്റെ സ്പ്രേ ഉണ്ട്, നല്ല മണമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടാങ്കാണ് ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോക്കകത്ത് കണ്ടാണ് നമ്മൾ 4 ഫ്ലേവറിലുള്ള ടാങ്കാണ് എടുത്തത് ഇപ്രാവശ്യം. ഇനി നമുക്കിതിൽ ബാക്കിയുള്ളത് ടൈഗർ ബാമിൻ്റെ കുറച്ച് ഓയിലാണ്. അത് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണ്, ആദ്യമായിട്ട് കാണുന്നതുമായിരുന്നേ. അത് നേരത്തെ ഉണ്ടായിരുന്നോ എന്നറിയില്ല. നമ്മുടെ ആക്സ് ഓയിൽ പോലെ തന്നെ ടൈഗർ ബാമിൻ്റെ ഓയിൽ, അപ്പോൾ അതാണ് കേട്ടോ. അതുകൂടാതെ ഇനിയും നമ്മുടെ റെഡ് കളറിൻ്റെ ഫോഗും കൂടെയാണ് ബാക്കിയുള്ളത്. അതിന് നമ്മുടെ നാട്ടിൽ നല്ല സ്മെല്ലാണ്. ഇനി ഈ പെട്ടിയുടെയൊക്കെ അറ്റത്ത് ഒരു ഈസ്റ്റും കൂടെ കിടപ്പുണ്ടായിരുന്നേ. അപ്പം ഈസ്റ്റ് നമ്മൾ ഇപ്രാവശ്യം അത്രയല്ലേ കൊണ്ടുവന്നുള്ളൂ, അപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ പെട്ടി പൊട്ടിക്കലും ഇവിടെ തീർന്നിട്ടുണ്ട്. പെട്ടിയൊക്കെ ഫ്രീ ആകുമ്പോൾ തന്നെ നല്ലൊരു ആശ്വാസമാണ്. ഇനി ബാക്കിയുള്ളത് ഡിസ്ട്രിബ്യൂഷനാണ്, അതിനി ബാക്കി മമ്മി ചെയ്തോളും. ഇനി ആർക്കൊക്കെ കൊടുക്കണം എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ തല പോയിക്കേണ്ട, അതൊക്കെ മമ്മിയുടെ സെക്ഷനാണ്. ഇടയ്ക്ക് കുറച്ച് ഐറ്റംസിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്, അത് വീഡിയോ ഓഫായി പോയത് അറിയാത്തത് കൊണ്ടാണ്. ബാക്കിയെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ട്രാവലിങ്ങും അതുപോലെ തന്നെ പെട്ടി പൊട്ടിക്കൽ വ്ളോഗും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.